തൃശ്ശൂരിലെ കുട്ടിക്കാലാണ് ഇനി തന്നെ. തൃശ്ശൂർ ഒല്ലൂരാണ് ഞാൻ ജനിച്ചു വളർന്നത്. മേച്ചേരി കുടുംബത്തിൽ ലൂവീസിൻ്റെയും മാത്തിരിയുടെയും 6ാമത്തെ മകനായിട്ട് ജനിച്ചു. അവിടെ സ്കൂള് അവിടെ തന്നെ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, ഒല്ലൂർ ഗവൺമെൻറ് സ്കൂളിൽ. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർക്ക് മാറി. സെൻറ്റ് തോമസിലേക്ക് മാറുന്നതിന് മുമ്പ് നടുവിൽ ഒരു ചെറിയ ഒരു സ്റ്റേ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ വൈദിക പഠനത്തിന് വേണ്ടിയിട്ട് സെമിനാരിയിൽ ചേർന്നു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. ഒരു കൊല്ലം അത് കഴിഞ്ഞ് ഒരു കൊല്ലം പ്രാഥമിക തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞ് അതെല്ലാവർക്കും ഉണ്ട് അവിടെ പെറ്റിറ്റ് സെമിനാരിയിൽ. പിന്നെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ കോളേജിൽ പഠിക്കാൻ തുടങ്ങി സെൻറ്റ് തോമസിൽ 2 വർഷം. 2 വർഷത്തിൽ 1.5 കൊല്ലം ആയപ്പോഴേ ഞാൻ നിന്നിരുന്ന സെമിനാരിയിലെ എൻ്റെ റെക്ടറച്ഛൻ എന്നോട് വളരെ സൗമ്യത്തോടുകൂടി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നിന്നെ ദൈവം വിളിച്ചത് പള്ളിയിലെ അച്ഛനാവാനല്ല, തന്നെ ഒരു സംഗീതജ്ഞനാവാനാണ് വിളിച്ചിരിക്കുന്നത്. കാരണം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ 24 hours പാട്ടും വയലിൻ പ്ലേയിങ്ങുമായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ പതിവിൽ കവിഞ്ഞ അതിലൊരു താല്പര്യം കണ്ടപ്പോൾ, കാരണം പ്രത്യേകിച്ച് ഒന്നിനോടും താല്പര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാലും ശരി അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല. വീട്ടിൽ ആർക്കെങ്കിലും മ്യൂസിക് ഇത്രയും ഇങ്ങനെ വളരെയധികം മ്യൂസിക്കിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ? മ്യൂസിക്കിന് ഞാൻ ജനിച്ചു വളർന്നത് തന്നെ സംഗീതം കേട്ടുകൊണ്ടാണ്. എൻ്റെ വീട്ടിലെ ഞാനൊഴികെ എല്ലാവരും എന്നേക്കാൾ നന്നായിട്ട് പാടും. അതായത് എൻ്റെ ഫാദർ ഗംഭീരമായിട്ട് പാടും, പഴയ സൈകാളിൻ്റെ പാട്ടുകളൊക്കെ പാടും. പിന്നെ പള്ളിയിലെ പാട്ടുകൾ, അന്നത്തെ പ്രത്യേക രീതിയിലുള്ള കൊയർ, അന്നത്തെ അവിടുത്തെ പള്ളിയിലത്തെ മെയിൻ സിംഗർ ഫാദറാണ്. ഫാദർ അവിടെ ചർച്ചിൽ ഓർഗൻ വായിക്കും, വയലിൻ വായിക്കും, ഫ്ലൂട്ട് വായിക്കും. ഇത്രയ്ക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് അന്നേ ഉള്ളൂ, ഗിറ്റാറൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പോൾ നന്നായിട്ട് വയലിൻ വായിക്കും. പാട്ടൊക്കെ വായിച്ചു കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആ ഹിന്ദി പാട്ടുകളൊക്കെ വായിച്ചു കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റാണ്. എൻ്റെ ഒരു ചേട്ടൻ ഇല്ല, എമ്മലാൻഡോ, അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി വളരെ മുമ്പ്. അദ്ദേഹം പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ദാസേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാട്ടുകൾക്ക് ഇത്രയും ഭാവം കൊടുത്ത് പാടുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്ര ഹോണ്ടിങ് ആണ്. ആണ്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും പാടും. അപ്പോൾ പിന്നെ എന്തിനാ പള്ളിയിൽ അച്ഛനാവാൻ പോയത്? പള്ളിയിൽ അച്ഛനാവാൻ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭക്തി തന്നെയാണ്. ഭക്തി നമ്മുടെ ഉള്ളിൽ കയറി. പക്ഷേ ഭക്തി എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അതിലും സംഗീതമാണ്. കാരണം ഞാൻ പള്ളിയിൽ പാടുമായിരുന്നു. ദേവരാജൻ മാഷായിട്ടുള്ള ബന്ധം വളരെ എല്ലാവർക്കും അറിയാം. എന്നാലും ആ ബന്ധത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വാചകത്തിൽ നിർത്താം. ദേവരാജൻ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്നില്ല. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വല്ല ബാങ്കിൽ വല്ല ജോലിക്കാരനായിട്ടുണ്ടാവും. ഞാൻ പാട്ട് റേഡിയോ തുറന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വയലിനൊക്കെ എനിക്ക് വളരെ ആവശ്യത്തിൽ കൂടുതൽ വയലിനോട് പ്രിയമുള്ള കാലമായിരുന്നു. അന്ന് വയലിന് വേണ്ടി ഒരുപാട് ശ്രമിക്കും. അങ്ങനെ വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് തൃശ്ശൂർ. അപ്പോൾ അതിൽ ഞങ്ങൾ മെമ്പേഴ്സാണ്. ഞാനുണ്ട്, ജോൺസണുണ്ട്, അവിടെ തന്നെയാണ് വോയിസ് ഓഫ് തൃശ്ശൂരിലാണ്. അങ്ങനെ ആ ഗ്രൂപ്പ് വളരെ നല്ല ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ദേവരാജൻ മാഷ് എടുത്ത് നമ്മുടെ പാട്ട് പാടുന്ന ജയേട്ടനാ പറഞ്ഞത്. ജയൻ മാഷ്ക്ക് അത് താല്പര്യം തോന്നി ഇങ്ങനൊരു ഗ്രൂപ്പ്. കാരണം സംഗീതം കൊണ്ട് എല്ലാവരും ഉപജീവന മാർഗ്ഗം നടത്തുന്ന ആൾക്കാരെ മാഷ് കണ്ടിട്ടുള്ളൂ. മാഷ് മദ്രാസിലാണ്. മദ്രാസിൽ ഇറ്റ് ഇസ് എ വെരി ബിഗ് ഇൻഡസ്ട്രി, പ്രൊഫഷൻ. അപ്പം എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഈ പറയുന്ന എപ്പോഴും ഈ വയലിനായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്ന മാഷ് കാണാറുണ്ട്. മാഷ് പറഞ്ഞു, ഇയാൾ ഇതൊക്കെ വയലിനൊക്കെ വായിച്ചിട്ട് ഇപ്പോൾ എത്രയല്ലേ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു BCom 3rd year. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ ജോലി റെഡിയാക്കിയിട്ടുണ്ടല്ലേ? അമ്മ പറഞ്ഞു, ബാങ്കിൽ ജോലി എന്തെങ്കിലും ഒരു ജോലി ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഇയാൾ മദ്രാസിൽ വന്നാലേ, അപ്പോൾ അന്ന് നമുക്കത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. ഇയാൾ മദ്രാസിൽ വന്നാൽ അത് തന്നെ ഉപജീവന മാർഗമാക്കാം എന്ന് വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് മാഷ് എന്നെ വിളിച്ചു. ഞാൻ മാഷെ പോയി. പ്രത്യേക ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് നാട് വിടേണ്ടി വന്നു. ഞാനിവിടെ വരുന്നു, മദ്രാസിൽ വന്ന് നേരെ മാഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. മാഷ് ഭയങ്കര ഹാർദവമായ വെൽക്കമൊക്കെയാണല്ലോ. പക്ഷേ മാഷ് നമ്മളെ കണ്ടു. കുറേ നേരം ഗേറ്റ് നിന്നിട്ട് മണിയടിച്ച മാഷ് കഥവ് തുറന്നു. മാഷ് എന്നെ നോക്കിയിട്ട് എന്തേ എന്ന് ചോദിച്ചു. ഈ ധർമ്മക്കാരൊക്കെ ചോദിക്കുന്ന മാതിരിയാണ്. അല്ലല്ല, ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാഷ് എന്തിനാ ഇവിടെ വന്നേ, എന്ത് വേണം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ മാഷല്ലേ നമ്മളോട് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് നമ്മൾ വന്നപ്പോൾ എന്തേന്ന് ചോദിക്കുന്നത്.
അപ്പം നമ്മൾക്ക് മുമ്പേ ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ ഇയാൾ വരുന്നുണ്ട്, നമ്മൾ വന്നത് ഇതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രതികരിക്കാം. ഒരു പക്ഷേ അത് അയ്യോ ഇയാൾ വന്നില്ല ഇനിയിപ്പോൾ ഇയാളെ ചോക്കേണ്ട ഒരു ആവശ്യം വരും, പക്ഷേ അതൊന്നും പറയാൻ ചാൻസ് ഇല്ല. മാഷിൻ്റെ പ്രകൃതി അല്ല. ഞാൻ അപ്പം മാഷ് ഞാനത് ഇങ്ങനെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് അവിടെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും പിന്നെ മാഷ് പറഞ്ഞത് വക വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മാഷ് പറഞ്ഞു ഇയാൾ പോകണം, ഇയാൾ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ല എന്ന് പറയുമ്പോഴേക്കും വാതിലടച്ചു. വാതിലിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അടച്ചു. ഞാൻ അന്ന് വണ്ടി എടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞ് ഞാൻ നേരെ വന്നു. എന്നിട്ട് ഞാൻ എനിക്ക് മദ്രാസ് അറിയില്ല, എനിക്ക് മുമ്പ് ഒരു 5-6 മാസം മുമ്പ് ജോൺസൺ വന്ന മാഷാണ്. അവൻ എന്തായാലും ജോൺസൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് ഭാഷ ചീത്തയൊക്കെ പറയാം, ചീത്ത വിളിച്ചിട്ട് പറയാം ഇയാൾ എന്താണ് നമ്മളെ വിളിച്ച് ഇവിടെ വന്നാൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെസ്റ്റായിട്ട് വരികയാണ്, വിഷമിച്ചിട്ട് വരിക. അന്ന് രാത്രി തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ജോൺസൺ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്താ എന്ന് ചോദിച്ചു ജോൺസൺ. എന്താ അല്ല ഞാൻ പോവാ. എങ്ങോട്ട്? ഞാൻ നാട്ടിൽ പോവാം. അപ്പോൾ എന്താണ്? അയാളെ പോയി കണ്ടു. അയാൾ വാതിൽ പോടുന്നില്ല, എന്നെ അവിടെ പുറത്ത് ഒരു ധർമ്മക്കാരനെ കണ്ട മാതിരി എന്നെ കണ്ടു. എനിക്ക് സന്തോഷമായി, ഞാൻ പോവാ മതി ഗാനമേളയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ അവൻ ചിരിച്ചിട്ടോ തന്നോട് ഉച്ചയ്ക്ക് റെക്കോർഡിങ്ങിന് വിളിപ്പിച്ചിട്ടുണ്ട് തന്നെ. അന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ഇവിടെ ഉള്ള വലിയ മ്യൂസിഷ്യൻസൊക്കെ 1 വർഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ അപ്രൻറ്റീസായിട്ട് കഴിയണം, പേയ്മെൻ്റ് ഒന്നും കൊടുക്കില്ല. ഞാൻ വന്നെന്ന് ജസ്റ്റ് കാഷ്വലായിട്ട് കണ്ടുള്ളൂ. മാഷ് അന്ന് തന്നെ ഉച്ചയ്ക്ക് റെക്കോർഡിങ്ങിന് വിളിച്ചു, ഫുൾ പേയ്മെൻറ്റും തന്നു. അന്ന് ആരംഭിച്ചു. പിന്നെ അങ്ങനെ മാഷ് എല്ലാ കാര്യങ്ങളും നമ്മൾ വളരണം, ഞാനെന്നല്ല എല്ലാവരും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മനസ്സുകൊണ്ട്. നല്ലത് വളരണം, നല്ലത് നന്നാവണം. അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെട്ട് ഇതിൽ വരുന്നവർക്കൊക്കെ നല്ല ഭാവി ഉണ്ടാവണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഈ കാതോരത്തിലെ പാട്ട് ചെയ്തുകൊണ്ട് കേൾപ്പിക്കുമ്പോൾ മാഷ് ഒരുപാട് അത് വളരെ നന്നായിട്ടുണ്ട്, നിനക്ക് ഭാവിയുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മാഷാണ് അതിൻ്റെ പൂജയ്ക്കൊക്കെ വന്നത്. പക്ഷേ പാട്ട് ഞാൻ കൊണ്ട് കേൾപ്പിച്ചപ്പോൾ മാഷ് വളരെയധികം എന്നെ എൻകറേജ് ചെയ്തു ശരിക്കും പറഞ്ഞത്.